ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മൗത്തും ഹയാത്തിനും ഉടമസ്ഥനേ, മനസ്സിൻ മുറാദുകളറിയുന്നോനേ. മൗത്തും ഹയാത്തിനും ഉടമസ്ഥനേ, മനസ്സിൻ മുറാദുകളറിയുന്നോനേ. നിത്യവും നിന്റെ മുമ്പിൽ സുജൂദിൽ വീണേ, നീറും വ്യതയെണ്ണി പറഞ്ഞിടുന്നേ. മൗത്തും ഹയാത്തിനും ഉടമസ്ഥനേ, മനസ്സിൻ മുറാദുകളറിയുന്നോനേ. ഖലാഖിലാഹേ ഞാൻ നിന്റെ റിലാക്ക്, എല്ലാ വക്തിലും ദുആയിരക്കും. ജല്ല ജലാലേ നീയാണ് ഭയം, ജല്ല ജലാലേ നീയാണ് ഭയം. ജന്മം സഫല്യമാക്കിത്താ സദയം. മൗത്തും ഹയാത്തിനും ഉടമസ്ഥനേ, മനസ്സിൻ മുറാദുകളറിയുന്നോനേ. കൊടും താപം അറിയുന്നൊരല്ലാഹ്, കരയാനെൻ്റെ കണ്ണിൽ കണ്ണീരിനിയില്ല. നിന്റെ കലാമിൻ്റെ വഴി കാട്ടിത്താ, നിന്റെ കലാമിൻ്റെ വഴി കാട്ടിത്താ. നിന്റെ പൊലിമയാൽ സലാമിത്താ. മൗത്തും ഹയാത്തിനും ഉടമസ്ഥനേ, മനസ്സിൻ മുറാദുകളറിയുന്നോനേ. പാപം ഒരുപാട് വിതച്ചു ഞാനേ, പാതയറിയാതെ പിഴച്ചോനാണേ. മാപ്പ് തരേണേ ഹദീമായോനേ, മാപ്പ് തരേണേ ഹദീമായോനേ. മിന്നൊത്ത സുവർഗത്തിലാക്കിടണേ. മൗത്തും ഹയാത്തിനും ഉടമസ്ഥനേ, മനസ്സിൻ മുറാദുകളറിയുന്നോനേ. നിത്യവും നിന്റെ മുമ്പിൽ സുജൂദിൽ വീണേ, നീറും വ്യതയെണ്ണി പറഞ്ഞിടുന്നേ.
മൗത്തും ഹയാത്തിനു ഉടമസ്ഥനേ മനസ്സിൻ മുറാദുകളറിയുന്നു നീ മൗത്തും ഹയാത്തിനു ഉടമസ്ഥനേ മനസ്സിൻ മുറാദുകളറിയുന്നു നീ மரணம் தீராவோரே உங்களோழிகை തനത്തിലാരും എനിക്കില്ലല്ലോ ഭരണത്താരേറ്റം നിയമത്തുണ്ടെന്നാലും എനിക്ക് സുഖമില്ലല്ലോ തരണം പീതാവോരെ ഉങ്ങളൊഴികൈ തനത്തിലാരും എനിക്കില്ലല്ലോ കരുണക്കാടലാരെ എങ്കുമീ പൂമുഖം കാണുമ്പോളൊന്നും ഘോഷിയില്ലല്ലോ തിരുണമിന്നാളോളം ഓടി വളർത്തിയ നെശപ്പൂമോനെ മൂഷിപ്പയല്ല മണ്ണിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മന്നവനാണ് വീടുവോനല്ല എന്നും ഇതുപോലെ ഏറിയ സങ്കടം എണ്ണി പറഞ്ഞ് കരയുന്നോരായി കണ്ണം വരാതെ വ്യസനിതോളൂതിരു കണ്ണീരാൽ കൺകൂട മുങ്ങുന്നോരായി ഇന്നുമാ കാഴ്ചകൾ കണ്ട് നിൽക്കുന്നവർ ഒക്കെ ആനമൂറ കൊള്ളുന്നോരാ ആനദിയിലെന്നും വാലിയാർ സമാധാനം അടാലോലതിൻ കാരം പിടിതാർ തേനീറയിൻ്റെ പൂന്തേനയാരുണ്ട് പോൽ ദൃഷ്ടിമുഖം പൊത്തി ചോദിത്തോരാ മോനെ നീയാരുടെ തിരിരാം നീ പെണ്ടും മുത്തുനബിൻ്റെ മാതത്തിരാവേ ജ്ഞാനമാമിൽ മത് നിന്ന് വടി തോന്നി നഗരിയിലപ്പോൾ നേമണ്ടുതാർ ഉറ്റസുആൽ രണ്ടിനു തിരോം കേട്ടുടൻ പൊതിവാരിയർ അൽഹംദുലില്ലാഹ് ചുറ്റി പീടി തോരെ പൊട്ടിക്കരഞ്ഞവർ ചൊല്ലിടുന്നെൻ്റെ ആഭവാണോരേ ഭരണം പീതാവോരെ ഉങ്ങളോഴികൈ തനത്തിലാരും എനിക്കില്ലല്ലോ
കൊണ്ടൊരു പോൽ ഇരുകൈകളുമേന്തി കൊണ്ടൊരു കുഞ്ഞിനെ പ്രാർത്ഥിച്ചു. ഫലമായി ഇസ്മായിൽ നബിയുടെ ജനനം ഹജറയിൽ നൽകി. തലചായ്ച്ചു കമഴ്ന്ന് കിടന്നൊരു തങ്കക്കുഞ്ഞിൻ തല കൊയ്യാണ് താലോലിച്ചാറ്റി വളർത്തിയ കൈകൾ ഉയർന്നപ്പോൾ അരുതേ അരുതേ എന്നുള്ള ശരീരി കൽപ്പന കേൾക്കുന്നേ. ഇബ്രാഹിം നബി ഇറയോനിൽ ഇടതടവില്ലാതിരു പകലൊരു പോൽ ഇരുകൈകളുമേന്തി കൊണ്ടൊരു കുഞ്ഞിനെ പ്രാർത്ഥിച്ചു. ഫലമായി ഇസ്മായിൽ നബിയുടെ ജനനം ഹജറയിൽ നൽകി. കേൾക്കുന്നു കൽപ്പനയിൽ നര ബലിയുടെ പകരമായി ജോജബലി നടത്താൻ. അതുപോലവർ ചെയ്തു മടങ്ങിയ സന്തോഷ സ്മരണ ഇന്നും മുസ്ലിം ലോകം കൊണ്ടാടും. ഇന്നും ബലിപെരുന്നാൾ ഇബ്രാഹിം നബി ഇറയോനിൽ ഇടതടവില്ലാതിരു പകലൊരു പോൽ ഇരുകൈകളുമേന്തി കൊണ്ടൊരു കുഞ്ഞിനെ പ്രാർത്ഥിച്ചു. ഫലമായി ഇസ്മായിൽ നബിയുടെ ജനനം ഹജറയിൽ നൽകി. ഇബ്രാഹിം നബി ഇറയോനിൽ ഇരുതടവില്ലാതിരു പകലൊരു പോൽ ഇരുകൈകളുമേന്തി കൊണ്ടൊരു കുഞ്ഞിനെ പ്രാർത്ഥിച്ചു. ഫലമായി ഇസ്മായിൽ നബിയുടെ ജനനം ഹജറയിൽ നൽകി. അലിപ്പ് കൊണ്ട് നാവിൽ മധു പുരട്ടിയോനെ അറിവ് കൊണ്ട് നേരിൽ എന്നെ നയിച്ചോനെ നീ ചൊരിയുക നിറകതിരുകൾ ഈ രാത്രിയിൽ നിന്റെ കരുണയുടെ കനകവാതിൽ തുറന്നിടണേ. അലിപ്പ് കൊണ്ട് നാവിൽ മധു പുരട്ടിയോനെ അറിവ് കൊണ്ട് നേരിൽ എന്നെ നയിച്ചോനെ നീ ചൊരിയുക നിറകതിരുകൾ ഈ രാത്രിയിൽ
വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ ആലമീൻ. മക്ക മദീന ഞാനോർത്ത് പോയി, ഹക്ക് റസൂലിൻ്റെ നിലവിലായി. മക്ക മദീന ഞാനോർത്ത് പോയി, ഹക്ക് റസൂലിൻ്റെ നിലവിലായി. കഅബയെ വലം വെച്ച് പാറുന്ന കിളികളിൽ, കഅബയെ വലം വെച്ച് പാറുന്ന കിളികളിൽ ഒരു കിളി ഞാനാവാൻ കൊതിച്ചു പോയി. മക്ക മദീന ഞാനോർത്ത് പോയി, ഹക്ക് റസൂലിൻ്റെ നിലവിലായി. സത്യത്തിൻ പ്രകാശമായി തിളങ്ങി, സന്മാർഗ പ്രതീകമായി വിളങ്ങി ഹാത്തിം നബി റസൂൽ. ഹജറുൽ അസ്വദൊന്ന് മുത്തി മടക്കുവാൻ, ഹജറുൽ അസ്വദൊന്ന് മുത്തി മടക്കുവാൻ. ആ മണൽത്തരികളൊന്നിൽ പാപം പതിക്കുവാൻ, ആ മണൽത്തരികളൊന്നിൽ പാദം പതിക്കുവാൻ. സംസം കിണറിന്നേ ആ സംസം കിണറിന്ന് ഒരു തുള്ളി ജലമൊന്ന്, സംസം കിണറിന്ന് ഒരു തുള്ളി ജലമൊന്ന് കുടിച്ചെന്റെ ദാഹം തീർക്കാനാശയായി. മക്ക മദീന ഞാനോർത്ത് പോയി, ഹക്ക് റസൂലിൻ്റെ നിലവിലായി. സഫയും മറുവ കണ്ട് കണ്ണ് കുളിക്കുവാൻ, സഫയും മറുവ കണ്ട് കണ്ണ് കുളിക്കുവാൻ. ശറഫുറ്റ തീരത്താകെ ചുറ്റി നടക്കുവാൻ, ശറഫുറ്റ തീരത്താകെ ചുറ്റി നടക്കുവാൻ. സൗഭാഗ്യമുത്തേ സൗഭാഗ്യമുത്ത് റസൂലിൻ്റെ നാട്ടില്, സൗഭാഗ്യമുത്ത് റസൂലിൻ്റെ നാട്ടില് ചെന്നെത്തുവാനുള്ളം തുടിക്കലായി. മക്ക മദീന ഞാനോർത്ത് പോയി, ഹക്ക് റസൂലിൻ്റെ നിലവിലായി. മക്ക മദീന ഞാനോർത്ത് പോയി, ഹക്ക് റസൂലിൻ്റെ നിലവിലായി. കഅബയെ വലം വെച്ച് പാറുന്ന കിളികളിൽ, കഅബയെ വലം വെച്ച് പാറുന്ന കിളികളിൽ ഒരു കിളി ഞാനാവാൻ കൊതിച്ചു പോയി. മക്ക മദീന ഞാനോർത്ത് പോയി, ഹക്ക്
പോയി. ഹക്ക് റസൂലിന്റെ നിലവിലായി മക്ക മദീന ഞാനോർത്ത് പോയി. ഹക്ക് റസൂലിന്റെ നിലവിലായി. താങ്ക് യു. ഹജ്ജിനായി മക്കത്തെത്തും കോടി ജനമുട്ടി മണക്കുന്ന ഹജറുൽ അസ്വദ് കാണുവാനെത്തിക്കേണമേ. ഹറമിന്റെ അകത്തന്നുമിന്നും അതിർപ്പത്തിൽ ഒളിയുന്ന ഹജറുൽ അസ്വദ് കാണുവാനെത്തിക്കേണമേ. ഹജ്ജിനായി മക്കത്തെത്തും കോടി ജനമുത്തി മണക്കുന്ന ഹജറുൽ അസ്വദ് കാണുവാനെത്തിക്കേണമേ. ദൂതരിബ്രാഹിം നബിയുള്ള തുണയായി ഇസ്മായിൽ നബിയുള്ള പൂർവരിൽ നിന്നും ഇരു നബിയുള്ള. ദൂതരിബ്രാഹിം നബിയുള്ള തുണയായി ഇസ്മായിൽ നബിയുള്ള പൂർവരിൽ നിന്നും ഇരു നബിയുള്ള. തൂക്കി വന്നവർ കഴബം കേട്ടി കഴബയിലൊളിയുന്ന കതിരൊളി രത്നം കാണുവാനെത്തിക്കേണമേ. ഹജ്ജിനായി മക്കത്തെത്തും കോടി ജനമുത്തി മണക്കുന്ന ഹജറുൽ അസ്വദ് കാണുവാനെത്തിക്കേണമേ. മാനം ഭൂമിയുടെ കാവലിലല്ല മാനത്തുളിവാൽ സൃഷ്ടിച്ചുള്ള മലക്കുകളും പ്രധാനികളായ. മാനം ഭൂമിയുടെ കാവലിലുള്ള മാനത്തുളിവാൽ സൃഷ്ടിച്ചുള്ള മലക്കുകളും പ്രധാനികളായ. ജിബ്രീലും മീകായിൽ ഇസ്രാഫീൽ അസ്റായിൽ മണക്കുന്ന സുരമണിമൊത്ത് കാണുവാനെത്തിക്കേണമേ. ഹജ്ജിനായി മക്കത്തെത്തും കോടി ജനമുത്തി മണക്കുന്ന ഹജറുൽ അസ്വദ് കാണുവാനെത്തിക്കേണമേ. ബദറും ഖന്തക് ഉഹുദ് ഹുനൈന ബഹ്ദ സഫാ മർവാ ഹിറമീന ബദറുൽ ഹുദ നബി റൗള മദീന. ബദറും ഖന്തക് ഉഹുദ് ഹുനൈനും ബഹ്ദ സഫ മർവാ ഹിറമീന ബദറുൽ ഹുദ നബി റൗള മദീന. കാൺമാനായി ജനമെത്തിച്ചേരും പതിമക്കത്തഹദിന്റെ തിരുമണി മകുടം കാണുവാനെത്തിക്കേണമേ. ഹജ്ജിനായി മക്കത്തെത്തും കോടി ജനമുത്തി മണക്കുന്ന ഹജറുൽ അസ്വദ് കാണുവാനെത്തിക്കേണമേ. ഹറമിന്റെ അകത്തന്നുമിന്നും അതിർപ്പത്തിൽ ഒളിയുന്ന ഹജറുൽ അസ്വദ് കാണുവാനെത്തിക്കേണമേ. ഹജ്ജിനായി മക്കത്തെത്തും കോടി ജനമുത്തി മണക്കുന്ന ഹജറുൽ അസ്വദ് കാണുവാനെത്തിക്കേണമേ. ഹറമിന്റെ അകത്തന്നുമിന്നും അതിർപ്പത്തിൽ ഒളിയുന്ന ഹജറുൽ അസ്വദ് കാണുവാനെത്തിക്കേണമേ.
وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما എനിക്ക് യല്ലോ നാഥൻ മകനെ നിന്നെ ബലി തേടിയിടുന്ന കിനാവിനെ അവനാണല്ലോ തന്നതും ജീവനെ നിനക്കെന്തുണ്ട് പറയാനോമനെ എനിക്ക് യല്ലോ നാഥൻ മകനെ നിന്നെ ബലി തേടിയിടുന്ന കിനാവിനെ അവനാണല്ലോ തന്നതും ജീവനെ നിനക്കെന്തുണ്ട് പറയാനോമനെ എനിക്ക് യല്ലോ നാഥൻ മകനെ പിരിയേണ്ട രംഗം ഓർക്കുന്ന നേരം തകരുകയായി മനം തളരുകയായി പിരിയേണ്ട രംഗം ഓർക്കുന്ന നേരം തകരുകയായി മനം തളരുകയായി ഇനി എന്നാകിലും നാം പിരിയണം അത് റബ്ബിന് വേണ്ടിയാകണം അതിലാണല്ലോ നമ്മുടെ ജീവിതം എല്ലാം അല്ലാഹുവിൻ്റെ പരീക്ഷണം എനിക്ക് യല്ലോ നാഥൻ മകനെ നിന്നെ ബലി തേടിയിടുന്ന കിനാവിനെ അവനാണല്ലോ തന്നതും ജീവനെ നിനക്കെന്തുണ്ട് പറയാനോമനെ എനിക്ക് യല്ലോ നാഥൻ മകനെ അല്ലാഹുവല്ലേ അരുളുന്നതെല്ലാം അങ്ങൊന്ന് ചെയ്യണം ശാസനമോ അവിവേകമൊന്നും വരിയില്ല എന്നിൽ എന്തും ക്ഷമിക്കാൻ ഞാനൊരുക്കം അതിനല്ലാഹുവിൻ വിധി തേടിടാം അവൻ നൽകുന്ന മോക്ഷം നേടിടാം മനം പതറാതെ ആജ്ഞ ചെയ്തിടാം പിന്നെ അല്ലാഹുവിങ്കൽ കണ്ടിടാം എനിക്ക് യല്ലോ നാഥൻ മകനെ നിന്നെ ബലി തേടിയിടുന്ന കിനാവിനെ അവനാണല്ലോ തന്നതും ജീവനെ നിനക്കെന്തുണ്ട് പറയാനോമനെ നിനക്കെന്തുണ്ട് പറയാനോമനെ നിനക്കെന്തുണ്ട് പറയാനോമനെ പിന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ പാടട്ടെ അപ്പോൾ പൈസലുമായി പറഞ്ഞ് പാടല്ലേ എന്നാ പറയുന്നത് പിന്നെ മുട്ടത്താങ്ങാനും പറയുന്നു പാടരുത് എന്നാണ് പിന്നെ ഇതുപോലെയുള്ള ഈ പാട്ടുകളും ഈ ഒരുമിച്ച് കൂടലൊക്കെ ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല പാട്ടുകളൊക്കെ കേൾക്കാൻ പോകാറുണ്ട്. എന്നാൽ അവിടെ നിന്നൊക്കെ ഞാൻ അധികം ഇഷ്ടപ്പെടുന്ന പാട്ട് ഇതുപോലെയുള്ള നാടൻ നമ്മുടെ ആളുകൾ പ്രത്യേകം മുട്ടത്താങ്ങാണ്ടി പോലെ ഇങ്ങനെ ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ പാടുന്ന പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും, ഞാൻ അങ്ങനെ കുറേ പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വണ്ടിയിൽ വരെ വെച്ചിട്ടുണ്ട്. കാരണം അതിങ്ങനെ കേൾക്കും ചിലപ്പോൾ.
മാത്രമല്ല ഈ ഒരു കൂട്ടായ്മയിലേക്ക് എനിക്ക് ഇഷ്ടമുള്ള ഇവരൊക്കെ മുട്ടും തുടങ്ങും. ഞാനും ഉണ്ടായി നിങ്ങളെ കൂടെ മുട്ടി തുടങ്ങാൻ. പക്ഷേ ഞാൻ 2 ദിവസമേ മുട്ടിയുള്ളൂ. ഇത് ഞാൻ നിർത്തിപ്പോയതാണ്. അവരൊക്കെ ഞങ്ങളൊന്നായിട്ട് ഇവിടെ തുടങ്ങിയിരുന്നു മുട്ടാനും പാടാനൊക്കെ. കുറേ ദിവസമൊക്കെ വന്ന് പുതിയ അങ്ങോട്ട് വഴങ്ങുന്നില്ല. പിന്നെ നമ്മൾ വിട്ടുപോയത്. ഏതായാലും ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മയുടെ വന്നൊരു വളരെ സന്തോഷം. പിന്നെ അതിലേറെ നമ്മുടെ ആദംകായ്, നമുക്കറിയാം നമ്മുടെ ആദംകായ് നമ്മുടെ ഈ പ്രദേശത്ത് ഒക്കെ മാപ്പിള കലാരംഗത്ത് ഒപ്പന തുടങ്ങിയ രംഗങ്ങളിലൊക്കെ എനിക്കറിയാം. ഈ കലോത്സവങ്ങൾ, സ്കൂൾ കലോത്സവമൊക്കെ നടക്കുമ്പോൾ ആദംകായ് പഠിപ്പിച്ച ടീം ഉണ്ടെങ്കിൽ പിന്നെ മറ്റാർക്കും പ്രൈസ് കിട്ടാനൊക്കെ വലിയ പ്രയാസമാണ്. അത്രയും വളരെ ചിട്ടയോടും വളരെ കൃത്യതയോടും കൂടി ഒപ്പനയും അതുപോലെയുള്ള കലാരൂപങ്ങളൊക്കെ പിന്നെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്നുള്ള പ്രചോദനമാണ് ശരിക്ക് ഈ പട്ടേരി വോയിസും ഇപ്പോൾ തന്നെ ഈ ഒരു പിന്നെ മാപ്പിള കലാ അക്കാദമി എല്ലാം കൂടെ യോജിച്ച് ഇതുപോലെയുള്ള പരിപാടികളൊക്കെ നടത്താനുണ്ടായ ഒരു പ്രചോദനം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആദംകായിൽ നിന്നൊക്കെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുപോലെ കുറേ ആളുകൾ, ഞാനിപ്പോൾ വരുന്നത് കൊടുവള്ളിയിൽ നിന്നാണ്. കൊടുവള്ളിയിൽ ഇതുപോലൊരു പരിപാടി നിന്നാണ് ഞാൻ വരുന്നത്. ഞാനും അവിടെ അങ്ങ് എത്തിയതാണ്. എന്ന് പറഞ്ഞാൽ അവിടെ കൈനീട്ടം എന്ന് പറഞ്ഞിട്ടൊരു ചാരിറ്റി ക്ലബ്ബുണ്ട്. പോലെ അവർ മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾ എങ്ങനെ യോജിച്ച് ഇങ്ങനെ ഒരു ടീമായി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഇതാണ്. അവരിങ്ങനെ പാട്ട് പാടുന്ന ആളുകൾ സംഘടിച്ച് രൂപം കൊണ്ടാണ് വലിയൊരു പരിപാടി നടക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ പാട്ടുണ്ട് നല്ലോണം കയറിയതാണ്. ഏതായാലും വളരെ നല്ല സന്തോഷം. മാത്രമല്ല ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയ പഠനമൊക്കെ നടത്തുന്നുണ്ട് അല്ലേ, ചെറിയ പാട്ടുകൾ ആഴ്ചയിലൊക്കെ നടക്കുന്നുണ്ട്. ഇതേറെ മനസ്സിന് ആളുകൾക്ക് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ പാട്ടും ഇതുപോലുള്ളതൊക്കെ. അപ്പം ഇതിനൊക്കെ പ്രോത്സാഹനം കൊടുക്കേണ്ട ആവശ്യമാണ്. കാരണം നമ്മുടെ പലതരത്തിലും ഇങ്ങനെ മനസ്സിങ്ങനെ പിരിമുറുക്കം എന്ന് തന്നെ പറയാം. മനസ്സിന് എപ്പോഴും പിരിമുറുക്കാം. മസിൽ ഒന്നും വിടാൻ കഴിയില്ല, മസിൽ പിടിച്ച് തന്നെ നടക്കുക നമ്മളൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ ഇതുപോലെയുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴൊക്കെ അതുപോലെ ഒരു സന്തോഷമാണ്. ഏതായാലും ഇനിയും കുറേ ആളുകൾ പാടാനൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നത്. ആരും മടിക്കേണ്ട, എല്ലാവരും കൊടുത്തുള്ളൊക്കെ ഒരുപോലെ പാടുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കും എങ്ങനെയും പാടാം. ഏതായാലും നല്ല രീതിയിൽ ഈ പരിപാടികളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകട്ടെ. ഏതായാലും സംഘടിപ്പിച്ച ഈ ടീം അംഗങ്ങൾക്കും അതുപോലെ പ്രിയപ്പെട്ട നമ്മുടെ ആദംകായിനെയൊക്കെ സ്മരിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. കുളിർ ചന്ദ്രികവാനിൽ പൂത്തുലഞ്ഞതോയി പോലുള്ളൊരു പെൺകൊടി പുഞ്ചിരിച്ചതോ പൊന്നുമാരനേകാൻ ജന്നത്തിൻ സുഖം നൽകാൻ ഇന്നൊരുങ്ങി വന്നിടും പുതു പെണ്ണെ സാനന്ദം മംഗല്യം മലരണിയും നാളായി സാമോദം മധുവിധുവിൻ തേനൂറും ലൈല ശൗക്കിൻ കുളിർ ചന്ദ്രികവാനിൽ പൂത്തുലഞ്ഞതോയി സഹർ പോലുള്ളൊരു പെൺകൊടി പുഞ്ചിരിച്ചതോ പെണ്ണായി മണ്ണിലിറങ്ങിയ ജന്നത്തിനഴകല്ലേ നീ കണ്ണാലെ കവിത കുറിക്കാൻ വന്നിടുമാണിനു പുളകം നീ വേറെന്തു വേണമൊരുത്തനു കിനാവിൽ മോഹിച്ച സ്വർഗമിതല്ലേ ഹൂറുല്ലീനെ മണമൂറും മധുര പൂന്തേനേ മൊഴിയൂ നീ മൈനേ ശൗക്കിൻ കുളിർ ചന്ദ്രികവാനിൽ പൂത്തുലഞ്ഞതോയി സഹർ പോലുള്ളൊരു പെൺകുടി പുഞ്ചിരിച്ചതോ
ചിന്തകളിൽ കനവുണ്ടു കഴിഞ്ഞവരീരാവിൽ രണ്ടല്ലിനി എന്നെഴുതിയിടും കൽവിൻ വർണ്ണ കടലാസിൽ കാരുണ്യത്തോപ്പിലൊരാളും തൊടാതെ കാത്തൊരു കാരിതളധരം മാരന്നേകൂ മഹർ ചൂടി മനമൊത്തിനയാകൂ മംഗം ചേർന്നൊഴുകൂ ശൗക്കിൻ കുളിർ ചന്ദ്രികവാനിൽ പൂത്തുലഞ്ഞതോയി സഹർ പോലുള്ളൊരു പെൺകുടി പുഞ്ചിരിച്ചതോ പൊന്നുമാരനെ പുൽകാൻ ജന്നത്തിൻ സുഖം നൽകാൻ ഇന്നൊരുങ്ങി വന്നിടും പുതു പെണ്ണെ സാനന്ദം മംഗല്യം മലരണിയും നാളായി സാമോദം മധുവിധുവിൻ തേനൂറും ലൈല ശൗക്കിൻ കുളിർ ചന്ദ്രികവാനിൽ പൂത്തുലഞ്ഞതോയി സഹർ പോലുള്ളൊരു പെൺകുടി പുഞ്ചിരിച്ചതോ മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയിന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ കൺകോണിൽ സുവർഗവും കണ്ട് മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയിന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ കൺകോണി സുവർഗവും കണ്ട് നീലനദീ തീരത്ത് സൗന്ദര്യം കാണാനായി വന്നവളാണോ സ്വപ്ന കന്യകയാണോ അവളുടെ പുന്തിരിയാലേ എന്നുടെ തടി തളരുന്നേ മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ കൺകോണി സുവർഗവും കണ്ട് പൊന്നഴകേ വാ നിന്നുടെ കവിളിണയിൽ ചുംബനം നൽകിടുവാൻ തെന്നലിനെ അനുവദിച്ചിടല്ലേ എനിക്കത് സഹിച്ചിടുവാനേ ഒട്ടും കഴിയുകയില്ലേ മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ കൺകോണി സുവർഗവും കണ്ട്
കളകളം പാടി നെഞ്ചകമഞ്ചമിതിൽ നീ മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും കൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ കൺകോണിൽ സുവർഗവും കണ്ടേ മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും കൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ കൺകോണി സുവർഗവും കണ്ടേ. കേരള മാപ്പിള കലാ അക്കാദമി കൊടുവള്ളി ചാപ്റ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ആഴ്ചതോറും ഇവിടെ നടക്കുന്ന പാടാം ഒരു പാട്ട് എന്നൊരു പരിപാടിയുണ്ട്. ആ പരിപാടിയിലാണ് ഇങ്ങനെ ഒരു പരിപാടി രൂപം കൊണ്ടത്. അതിൽ പാടുന്ന കുറേ ആളുകൾക്ക് പാടാൻ ഒരു അവസരം ഉണ്ടാക്കുകയായിരുന്നു നമ്മുടെ ലക്ഷ്യം. കൂടാതെ കേരള മാപ്പിള കലാ അക്കാദമി കൊടുവള്ളി ചാപ്റ്ററിന് 80ഓളം മെമ്പർഷിപ്പുള്ള അംഗങ്ങളും ഗ്രൂപ്പിൽ 250ഓളം പേരുമുള്ള ഒരു വലിയ വാട്സപ്പ് ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ പ്രോഗ്രാം നടന്നത്. കൂടാതെ പട്ടേരി വോയിസ് നെടിയനാട്, ഇതിൽ 2-3 ചിഹ്നങ്ങൾ നിങ്ങൾക്ക് കാണാം. കേരള മാപ്പിള കലാ അക്കാദമി കൊടുവള്ളി ചാപ്റ്റർ രണ്ടാമതായി കൊടുത്തത് പട്ടേരി വോയിസ് നെടിയനാട്. വളരെ കാലം മുമ്പ് മുതൽ തന്നെ നമ്മുടെ നാട്ടിൽ പാട്ടിൻ്റെ അരങ്ങൊരുക്കിയ പട്ടേരി വോയിസ്. അതിനൊക്കെ പുറമെ മൂന്നാമതായി നമ്മൾ കാണുന്നത് എളേറ്റിൽ ഓൺലൈൻ. 30,000ഓളം വാട്സപ്പ് ഗ്രൂപ്പ് അംഗങ്ങളുള്ള നമ്മളോട് ഏറ്റവും അധികം സഹകരിക്കുന്ന ഒരു ഓൺലൈൻ ഗ്രൂപ്പാണ് എളേറ്റിൽ ഓൺലൈൻ ഗ്രൂപ്പ്. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ എല്ലാ മീഡിയ സംവിധാനങ്ങളും ഒരുക്കിയത് അവരാണ്. എല്ലാവർക്കും, അതുപോലെ ഇവിടെ പാടിയവർക്കും പങ്കെടുത്തവർക്കും എല്ലാവിധ ആശംസകളും കേരള മാപ്പിള കലാ അക്കാദമി ട്രഷറർ എന്ന നിലയിൽ, കൊടുവള്ളി ചാപ്റ്ററിൻ്റെ ട്രഷറർ എന്ന നിലയിൽ അറിയിച്ചുകൊണ്ട്